ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ എല്ലാം കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നു. പക്ഷേ ഞാൻ ഇംഗ്ലണ്ടിലത്തെ കോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അവിടെയൊക്കെ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ് ഒരെണ്ണമേ ഉള്ളൂ. അതിൻ്റെ താഴെ പറയുന്നത് ഇപ്പം എഴുതാനുള്ള കുട്ടി തെറ്റിച്ചെഴുതുന്നത് അല്ലെങ്കിൽ സ്പെല്ലിങ് തെറ്റിച്ചെഴുതുന്നു, വിട്ടിട്ടെഴുതുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവൻ വായിച്ചത് തെറ്റായിട്ട് വായിച്ചതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിസ്ഗ്രാഫിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഡിസ്ഗ്രാഫിയ അല്ല, പക്ഷേ ആ കുട്ടി തെറ്റായ വിധത്തിൽ വായിച്ചതുകൊണ്ട് തെറ്റായിട്ടെഴുതുന്നു. അതുപോലെ ഈ ഡിസ്ലെക്സിയയുടെ എല്ലാ ലക്ഷണങ്ങളും ഈ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികളുണ്ടാവും. അതുപോലെ അവരുടെ എഴുത്തുകൾ, അക്ഷരങ്ങളുടെ വടിവൊക്കെ വളരെ മോശമായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഗ്രാഫിയയ്ക്ക് അപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ അവർ തിരിച്ച് ഒക്കെ എഴുതും. ഇപ്പോൾ സി എന്ന് പറയുന്നത് നേരെ മിറർ റൈറ്റിംഗ് എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് എഴുതുന്നതിന് പകരം അങ്ങോട്ട് എഴുതുക, അങ്ങനെ സി എഴുതുക. ബിക്ക് പകരം ഡി എഴുതുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് ലെറ്റർ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും.